നമസ്കാരം. പ്രൈം ഗൈഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് UDID കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ UDID കാർഡ് സ്വന്തമാക്കാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്കും അല്ലാത്തവർക്കും പ്രയോജനപ്പെടുന്ന ധാരാളമായ വീഡിയോസ് ഇനിയും ഉണ്ടാവും. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. UDID കാർഡിന് അപേക്ഷിക്കുന്നതിനായി ഇനി പറയുന്ന ഡോക്യുമെൻറ്റുകൾ കരുതുക. ഒന്നാമതായി ഫോട്ടോ, രണ്ടാമതായി ഒരു വെള്ള പേപ്പറിലോ മറ്റോ സിഗ്നേച്ചർ എടുത്ത് സൂക്ഷിക്കുക. മൂന്നാമതായി മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. നാലാമതായി ആധാർ കാർഡ്. ഇത്രയും കാര്യങ്ങൾ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈൽ ലൈബ്രറിയിൽ സൂക്ഷിക്കുക. UDID കാർഡിനായി ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ എടുത്തതിന് ശേഷം ഇവിടെ UDID എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് UDIDയുടെ വെബ്സൈറ്റ് ലഭ്യമാവും. ആ ലഭ്യമായ സൈറ്റിൽ ജസ്റ്റ് പ്രവേശിക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പേജ് കിട്ടുന്നുണ്ട്. ഈ പേജിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് UDID കാർഡിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് റീഡ് ചെയ്ത് നോക്കണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും താഴെയായി ഒരു എഗ്രിമെൻ്റ് നമ്മൾ അഥവാ അണ്ടർസ്റ്റാൻഡിങ് ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഈ പേജ് ലഭ്യമാണ്. അതായത് നമ്മുടെ UDID കാർഡ് നേരത്തെ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഫ്രഷായിട്ട് ഒരാൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ലഭ്യമാവുക. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ആപ്ലിക്കൻ്റിൻ്റെ ഫുൾ നെയിം, ആധാർ കാർഡിൽ എന്ത് പേരാണോ എങ്ങനെയാണോ എൻ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോമിലും എൻ്റർ ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ, 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കൻ്റെ ഇമെയിൽ ID ആണ് ഇമെയിൽ ID കോളത്തിൽ കൊടുക്കേണ്ടത്. അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇമെയിൽ ID തന്നെ നൽകുക. കാരണം ഡീറ്റെയിൽസ് മെയിലിൽ വരും. പിന്നീട് ആപ്ലിക്കൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി നൽകുക. ശേഷം മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നിവയിൽ നിന്നും സെലക്ട് ചെയ്യുക. ശേഷം ഒരു ഗാർഡിയൻ നെയിം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആരാണോ ഗാർഡിയൻ അത് ചൂസ് ചെയ്യുക. നെയിമും കൊടുക്കുക. കൊടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന കോളത്തിൽ കോൺടാക്ട് നമ്പർ നൽകുക. പിന്നീട് 2 ഫോട്ടോസാണ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഫോട്ടോയും സിഗ്നേച്ചറും. അത് മൊബൈൽ ലൈബ്രറിയിലോ, അതല്ല മൊബൈൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ലൈബ്രറിയിൽ, അതല്ല കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോ 100 KB കൂടാൻ പാടില്ല. അതുപോലെ തന്നെ സിഗ്നേച്ചർ 30 KB കൂടാൻ പാടില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഡു യു ഹാവ് ആധാർ കാർഡ് എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ നിന്ന് യെസ് കൊടുത്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ ചൂസ് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡിൽ ഐ അഗ്രി ടു ഷെയർ ആധാർ ഇൻഫർമേഷൻ വിത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെയായി ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആധാർ കാർഡിൻ്റെ ഡബിൾ സൈഡ്, 2 സൈഡും ഒറ്റ പേജിലാക്കി സൂക്ഷിക്കുക. ആധാർ കാർഡിലെ അഡ്രസ്സ് തന്നെയാണ് നമ്മളിപ്പോഴും താമസിക്കുന്നതെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം താഴെ കൃത്യമായി അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൽ വീട്ടുപേരും സ്ഥലവും ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ സബ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ടൈപ്പ് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്യാം. ഡിസബിലിറ്റികളുടെ എല്ലാം ലിസ്റ്റ് അതിൽ നിന്ന് വരുന്നുണ്ട്. ലോക്കോമോട്ടീവ് ആണെങ്കിൽ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല ഹിയറിംഗ് ആണെങ്കിൽ അത്, സ്പീച്ച് ആണെങ്കിൽ അത്, നമുക്ക് ഓട്ടിസം ഉള്ളവരാണെങ്കിൽ അത്, തുടങ്ങി ഏത് ആണോ പ്രശ്നമുള്ളത് ആ ഓപ്ഷൻ അതിൽ നിന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. ഒന്നിലധികം ഓപ്ഷൻസും
നമുക്ക് ഉള്ളവരാണെങ്കിൽ അതും ചൂസ് ചെയ്യാവുന്നതാണ്. ശേഷം ഇത് ബൈ ബർത്താണോ അതല്ല ആക്സിഡൻറ്റിലാണോ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബൈ ബർത്ത് ആണെങ്കിൽ കൺജനിറ്റൽ എന്നുള്ള ഓപ്ഷൻ. ശേഷം ഏത് ഹോസ്പിറ്റലിലാണ് നമ്മൾ ചികിത്സ തേടിയിട്ടുള്ളതെന്നാണ് ചോദ്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെ നിന്നാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചൂസ് ചെയ്യുക. അതിനകത്ത് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ ഏത് ജില്ലയിലാണോ നമ്മൾ താമസിക്കുന്നത്, നമ്മൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ജില്ലയിലെ ജില്ലാ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക. പിന്നീട് ക്യാപ്ച എൻ്റർ ചെയ്യുക. സാധാരണ ഏതെങ്കിലും 2 നമ്പർ തമ്മിൽ പ്ലസ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ മൈനസ് ചെയ്യാനായിരിക്കാം ഒന്നിൽ നിന്നും. ഏതായാലും അതിന് ശേഷമുള്ള എഗ്രിമെൻറ്റ് ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നുള്ള അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം ഫോം ടോപ്പ് ടു ബോട്ടം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് എല്ലാം ആയിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് നൽകി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ ലഭ്യമാണ്. അതൊന്നുകൂടി വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് കറക്ഷൻസ് വരുത്താവുന്നതാണ്. അങ്ങനെ കറക്ഷൻ വരുത്തേണ്ടതായിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ നൽകാവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ നൽകിയാൽ ഉടൻ തന്നെ കൊടുത്തിട്ടുള്ള മൊബൈലിലേക്ക് SMS കിട്ടും. SMS കിട്ടുന്നതോടുകൂടി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റായി എന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലുടൻ ഇത്തരത്തിലൊരു മെസ്സേജ് ലഭ്യമാകുന്നതാണ്. കൂട്ടത്തിൽ അവിടെ നിന്നും നമുക്ക് റെഫറൻസ് നമ്പർ കുറിച്ചെടുക്കാവുന്നതാണ്. ശേഷം ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ റെസീപ്റ്റും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.